ഉക്രൈൻ യുദ്ധവിമാനങ്ങൾ എത്രത്തോളം പഴയതാണ്, അല്ലെങ്കിൽ അവർ സോവിയറ്റ് കാല യുദ്ധവിമാനങ്ങളെ എത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ സ്വീഡന്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്: യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ, റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 150 ഫൈറ്റർ ജെറ്റ്സോളം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ യുദ്ധം അവസാനിച്ചതിന് ശേഷം സംസാരിക്കാം. അങ്ങനെ അടുത്തിടെ സ്വീഡനുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്നു. ഈ ഗ്രിപ്പൻ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് ആണ്. ചില കാറ്റഗറിയിൽ റഫേലിനും ടൈഫൂണിനും ഒക്കെ സമാനമായി പറയപ്പെടുന്ന ഒരു വിമാനം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്നറിയണ്ടേ? പേലോഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കുറ്റാരോപണം നടത്താൻ കഴിയും. എങ്കിൽ പോലും വെറും 600 മീറ്ററിൽ ഈ ഒരു ജെറ്റിനെ കൊണ്ട് ടേക്ക് ഓഫ് ആക്കാൻ കഴിയും. അതുപോലെ തന്നെ ലാൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രത്തോളം വളരെ ക്യാപ്പബിൾ ആണെങ്കിൽ നാളെ ഒരു പക്ഷേ ഉക്രൈൻ ഒരു പ്രശ്നം വന്നാൽ ഒരു ചെറിയ ടാക്സി വേയിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഏതെങ്കിലും ഒരു ഹൈവേയിൽ നിന്നും ഈ ഒരു ജെറ്റിന് ടേക്ക് ഓഫ് ആകാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നത്. ഒരു പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കോൺഫ്ലിക്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ റഷ്യ അടിസ്ഥാനമാക്കി ഉക്രൈൻ എത്രത്തോളം അവരുടെ മിലിറ്ററി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഒക്ടോബർ മാസം 22-ാം തീയതി സ്വീഡൻ പ്രൈം മിനിസ്റ്ററിനും ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിക്കും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട LOI, അതായത് ലെറ്റർ ഓഫ് ഇന്റന്റ്, ഇത് സൈൻ ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ 150 യുദ്ധവിമാനങ്ങൾ സ്വീഡനിൽ നിന്നും ഉക്രൈൻ വാങ്ങാനും ഉക്രൈന് സ്വീഡൻ നൽകാനും ഈ ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ ഈ വിമാനങ്ങൾ വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് മറുപടി നൽകേണ്ടത്. ഇത് വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം തിരിയുന്നതിന് മുൻപ് ആദ്യം ഈ വിമാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. പൊതുവെ ഒരു ഫൈറ്റർ ജെറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാറ്റഗറി, അത് എത്രത്തോളം ക്യാപ്പബിൾ ആണ്, അതിൻ്റെ പേലോഡ്, അതിൻ്റെ എഞ്ചിൻ ടൈപ്പ്, ഇതിന് മുൻപ് യുദ്ധങ്ങളിൽ അത് എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. എന്നാൽ ലോകത്തിലുള്ള ചില ഫൈറ്റർ ജെറ്റ്സ് മാത്രമാണ് വളരെ ക്യാപ്പബിൾ ആണെങ്കിൽ കൂടിയും പുറത്തറിയാതെ ഓവർ ഷാഡോ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു യുദ്ധവിമാനമാണ് ഗ്രിപ്പൺ. പൊതുവെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ചില പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ എടുത്തു നോക്കിയാൽ യൂറോഫൈറ്റർ ടൈഫൂൺ, റഫേൽ, അമേരിക്ക നൽകിയിട്ടുള്ള F-35, അമേരിക്കയുടെ F-35 പോലും പുറത്തുനിന്നാണ് വന്നത്. ഇവിടെ മെയിൻ കണ്ടന്റ് യൂറോഫൈറ്റർ ടൈഫൂണും റഫേൽ വിമാനവുമാണ്. ഈ വിമാനങ്ങൾ നമ്മൾ എത്രത്തോളമാണോ പുകഴ്ത്തുന്നത് അത്രത്തോളം പോലും ഗ്രിപ്പൺ വിമാനത്തെക്കുറിച്ച് പുറത്ത് ഒന്നും അറിയുന്നില്ല. കാരണം റഫേൽ എന്ന ആ ഒരു വലിയ പേരാണ്, ആ ഒരു വലിയ ബ്രാൻഡ് ഇവയെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് സത്യം. അപ്പോൾ റഫേൽ, ടൈഫൂൺ, ഗ്രിപ്പൺ വിമാനം ഇവയെല്ലാം കമ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു നല്ല ബാറ്റിൽ ആയിരിക്കില്ല. കാരണം മറ്റു രണ്ടും നമുക്കറിയാവുന്ന ട്വിൻ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ്സ് ആണ്. റഫേൽ എന്നത് ലോകത്തിലുള്ള പല രാജ്യങ്ങളുടെ വ്യോമസേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോഫൈറ്റർ ടൈഫൂണും ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗ്രിപ്പൺ യുദ്ധവിമാനത്തിന് മാത്രം ഒരു പ്രോപ്പറായ എക്സ്പോർട്ട് കസ്റ്റമർ ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തേക്ക് ബ്രസീൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്വീഡൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹംഗേരിയൊക്കെ ലീസിനെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊളംബിയ വാങ്ങാനുള്ള ഓർഡറിലുള്ളതായും പറയുന്നുണ്ട്. ഇതേ UK-യും അവരുടെ ഫാസ്റ്റ് ട്രെയിനിങ് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യാനായി ചില യൂണിറ്റ്സ് ലീസിനെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സർവീസ് ലീസാണ്. പക്ഷേ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് അങ്ങനെയല്ല. ലോകത്തിന് അതിൻ്റെതായ ഒരു പേര് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽസ് അത്രത്തോളം വലുതുമാണ്. മാത്രമല്ല റഫേൽ യുദ്ധവിമാനങ്ങൾ ട്വിൻ എഞ്ചിൻ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇവിടെ ഈ ഗ്രിപ്പൺ വിമാനങ്ങൾ സിംഗിൾ എഞ്ചിൻ കാറ്റഗറിയിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ തേജസിൻ്റെ Mark II പോലെ ആ രാജ്യത്തിൻ്റെ യുദ്ധവിമാനമാണ് ഇത്. പക്ഷെ അത് ആ കാലത്ത് തന്നെ അവർ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. റഫേലിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ എത്രത്തോളം ഉണ്ടോ അതേ അളവിൽ റഡാർ ക്രോസ് സെക്ഷനാണ് ഈ ഗ്രിപ്പൺ യുദ്ധവിമാനങ്ങൾക്കുമുള്ളത്. ഇത് സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ കൂടിയും ഇതിന് A മുതൽ F വരെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. A വേരിയൻറ്റ് സിംഗിൾ എഞ്ചിൻ സിംഗിൾ സീറ്റ് ഫൈറ്റർ ജെറ്റ് ആണ്. B വേരിയൻറ്റിൽ വരുന്നത് സിംഗിൾ എഞ്ചിൻ ഡ്യുവൽ സീറ്റ് ഫൈറ്റർ ജെറ്റ്. അപ്പോൾ വെപ്പൺ ഓഫീസർ പ്രത്യേകം, പൈലറ്റ് പ്രത്യേകമായിരിക്കും. ഇപ്പോൾ ഉക്രൈൻ വാങ്ങുന്ന ഈ ഒരു വിമാനങ്ങൾ ഈ ഗ്രിപ്പൺ യുദ്ധവിമാനങ്ങളുടെ ഈ വേരിയൻറ്റിലായിരിക്കും, എക്സ്പോർട്ട് വേരിയൻറ്റിലാണ് വരിക. ഇത് സിംഗിൾ സീറ്റർ വേരിയൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ സീറ്റർ വേരിയൻറ്റും ഉണ്ടാകാം. ഇപ്പോൾ ഉക്രൈൻ്റെ വ്യോമസേന ഏതവസ്ഥയിലാണ്? ഈ വിമാനം വരുന്നതിലൂടെ ഇവർക്ക് എന്ത് മാറ്റം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ റഷ്യയുടെ Su-35 ഈക്വലായ ഒരു ക്യാപ്പബിളായ വിമാനമാണെന്നാണ് ഇതിനെ പറയുന്നത്. ആർമമെന്റ്സിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നില്ല. കാരണം ആയുധങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടാക്ടിക്സ്, അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ഏരിയൽ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ ബാറ്റിൽ റിസൾട്ട് വരിക. ആ ഒരു കാറ്റഗറി അനലൈസ് ചെയ്താൽ റഷ്യയുടെ ഫയർ പവറിന് ഒരിക്കലും ഈക്വൽ ആകില്ല. ഉക്രൈനുള്ളിൽ ഒരു 100-200 വിമാനങ്ങൾ വന്നാൽ പോലും പ്രോപ്പറായ ഒരു ഏരിയൽ സപ്പോർട്ട് ഇല്ലാതെ ഈ വിമാനങ്ങൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല.
എന്നാൽ റഷ്യയുടെ പ്രിസിഷൻ സ്ട്രൈക്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഈ ഒരു വിമാനങ്ങളുടെ പക്കലുണ്ട്. പൊതുവെ ഒരു വിമാനം ഒരു റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ആയി എന്ന് ചിന്തിക്കുക. അതിൻ്റെ സൈസ് ഇപ്പോൾ F-16 ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2300 മീറ്റർ 2.3 കിലോമീറ്ററോളം റൺവേ ആവശ്യമാണ്. എന്നാൽ ഈ ഗ്രിപ്പൺ ഫൈറ്റർ ജെറ്റ്സ് ഇവയ്ക്ക് 500 മീറ്റർ റൺവേ ഉണ്ടെങ്കിൽ മതി ഇത് ടേക്ക് ഓഫ് ആകാൻ കഴിയും. അതിൻ്റെ മാക്സിമം പേലോഡ് 8 ടണ്ണോളം ഉണ്ടാകും. ഈ മാക്സിമം പേലോഡോടുകൂടി 500-600 മീറ്റർ റൺവേയിൽ ഇവയെ കൊണ്ട് ടേക്ക് ഓഫ് ആകാൻ കഴിയും. അതുപോലെ തന്നെ താഴെ ലാൻഡ് ആകാൻ കഴിയും. ലാൻഡ് ആകുമ്പോഴും 600-700 മീറ്റർ റൺവേയിൽ ഇവരെ കൊണ്ട് ലാൻഡ് ആകാൻ സാധിക്കും. ഇത് എത്രത്തോളം ഷോർട്ടസ്റ്റ് ആണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ളിൽ തന്നെ ഈ വിമാനങ്ങൾ ടേക്ക് ഓഫ് ആവുകയും ചെയ്യും, ലാൻഡ് ആവുകയും ചെയ്യും. നാളെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എയർബേസിനെ എല്ലാം നശിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട റൺവേസിൽ അവിടെയായി മിസൈൽ ഉപയോഗിച്ച് വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് നമ്മളിപ്പോൾ പാകിസ്ഥാൻ ബേസിനെ എങ്ങനെയാണ് അവിടെയായി തകർത്തത്, അതുപോലെ ഉക്രൈൻ റൺവേസിനെ റഷ്യ തകർക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് മതി. തൊട്ടടുത്തുള്ള ഒരു ടാക്സി വേയിൽ നിന്നും മെയിൻ റൺവേയിലേക്ക് വിമാനത്തെ കൊണ്ടുവരുന്ന ടാക്സി വേയിൽ നിന്നുകൊണ്ട് തന്നെ ലോഞ്ച് ചെയ്യാൻ കഴിയും. ഇനി അതും ആക്രമിക്കുകയാണെങ്കിൽ ഉക്രൈനിൽ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന ഹൈവേസ് ഉണ്ട്. ഈ ഹൈവേസ് ഒക്കെ ഉക്രൈൻ ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഭാവിയിൽ ഫൈറ്റർ ജെറ്റ്സ് ഇതിൽ ലാൻഡായി ടേക്ക് ഓഫ് ആകുന്ന രീതിയിൽ ചില പ്രത്യേക കിലോമീറ്ററോളം ആ റൺവേസിനെയൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെ പുതുക്കി പണിയുന്നുണ്ട്. അതായത് ഹൈവേസിനെ തന്നെ റൺവേസായി യൂസ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതിനകം ഒരുപാട് ലോകരാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ പോലും ഇതുപോലുള്ള ഹൈവേസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈവേയിൽ വെച്ച് തന്നെ ഇവർക്ക് ഇതിനെ വളരെ എളുപ്പത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ഫൈറ്റർ ജെറ്റ് ഒരു മിഷന് പോയി വരുന്നു എന്നുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് അടുത്ത ബാറ്റിലിന് തയ്യാറാകുമെന്നുള്ളതും ശ്രദ്ധിക്കണം. ഇതിന് ഏകദേശം 4-5 സോർട്ടീസ് ഉണ്ട്. അതായത് സോർട്ടീസ് എന്ന് പറയുമ്പോൾ വെപ്പൺസ് ഇവിടെ നിന്നും കൊണ്ടുപോയി ശത്രു പൊസിഷൻസിൽ ലോഞ്ച് ചെയ്തിട്ട് തിരികെ വരിക, ഇതാണ് ഒരു സോർട്ടീസ്. അങ്ങനെ നോക്കിയാൽ ഇതിന് ഏകദേശം ഒരു 5 സോർട്ടീസോളം ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഫേലിനൊക്കെ 12 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. 3 ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ്, 6 വെപ്പൺ ഹാൻഡ്ലിംഗ് ഓഫീസർ, 3 പേർ ഈ മെയിൻ്റെനൻസ് ഗ്രൂപ്പ്, ഇങ്ങനെ 12 പേരോളം ഉണ്ടാകണം. പക്ഷേ ഈ ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ, 4 വെപ്പൺ ഹാൻഡ്ലിംഗ് ഓഫീസർ, ഒരു മെയിൻ്റെനൻസ് ഓഫീസർ, മൊത്തം 6 പേരുണ്ടെങ്കിൽ മതി. വെറും 10 മിനിറ്റിൽ ഈ വിമാനത്തിന് ആവശ്യമായ ആയുധങ്ങളെല്ലാം എടുത്ത് അടുത്ത 10 മിനിറ്റിൽ തന്നെ ഈ വിമാനം ആകാശത്തിൽ പറത്താൻ കഴിയും. ഇങ്ങനെ ഒരു ക്വിക്കർ റിയാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന MiG-21, Su-24 ഈ വിമാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ബാറ്റിൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവർക്ക് നൽകുക. മറ്റൊരു കാര്യം, നാറ്റോ സ്റ്റാൻഡേർഡിലുള്ള ഒരു യുദ്ധവിമാനം. ഇതിനകം ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ വെപ്പൺസ് ഒക്കെ ഈ വിമാനത്തിൽ ഫിക്സ് ചെയ്ത് ഇവരെ കൊണ്ട് ലോഞ്ച് ചെയ്യാൻ കഴിയും. ഉക്രൈനിൽ ഇതിനകം തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോമും ഉണ്ട്. അപ്പോൾ ഈ വിമാനങ്ങൾ അവർ വാങ്ങി ഉക്രൈനുള്ളിലേക്ക് ഈ വിമാനങ്ങൾ വന്നിറങ്ങുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനും അവർക്ക് വളരെ ഈസിയായി തന്നെ മാറും. ഇതിനകം സ്വീഡൻ ഈ ഗ്രിപ്പൺ ഫൈറ്റർ ജെറ്റ് നൽകില്ല എന്നാണ് പറഞ്ഞത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് F-16 ചോദിച്ചു. അതിനുശേഷം UK ഒരുപാട് യുദ്ധവിമാനങ്ങൾ ചോദിച്ചു. അതൊന്നും നൽകില്ല എന്ന് പറഞ്ഞ സ്വീഡൻ ഇപ്പോൾ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കണ്ടു. പക്ഷേ ഇവിടെ കോസ്റ്റ് എന്ന കാര്യം ഉണ്ടല്ലോ. ഉക്രൈൻ ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ഇത് വാങ്ങാൻ സാധിക്കുമോ? 2016 വാങ്ങിയ റഫേൽ വിമാനത്തിന് പോലും ഒരു യൂണിറ്റ് തന്നെ 190 മില്യണോളം വന്നു. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള വിമാനം ഏതാണ്ട് 250 മില്യൺ കഴിഞ്ഞു ഒരു യൂണിറ്റ് കോസ്റ്റ് തന്നെ. അതായത് ഏകദേശം 300 മില്യണോളം എത്തി. അതുകൊണ്ട് തന്നെ ഈ വിമാനം ഇത്രയും കോസ്റ്റ് കൊടുത്ത് ഇവരെ കൊണ്ട് വാങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് വീണ്ടും അവർക്കൊരു ലാഭം വരുന്നത്. ഇതിൻ്റെ സിംഗിൾ യൂണിറ്റ് കോസ്റ്റ് തന്നെ, അതിൻ്റെ ആർമമെന്റ്സ്, അതിൻ്റെ ലോങ് ടൈം സപ്പോർട്ട്, അതിൻ്റെ ലോങ് ടൈം ഓപ്പറേഷണൽ സപ്പോർട്ട്, അതിൻ്റെ മെയിൻ്റെനൻസ്, ഇവയെല്ലാം ചേർത്ത് വെറും 93 മുതൽ 120 മില്യൺ അതിനുള്ളിൽ മാത്രമേ വരികയുള്ളൂ. ഇത് മിനിമം മുതൽ മാക്സിമം ഇത്ര മാത്രമേ വരികയുള്ളൂ, അതും ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഉക്രൈൻ ഇത് കോസ്റ്റ് വൈസ് നോക്കിയാലും വലിയൊരു നേട്ടം തന്നെയാണ് നൽകുന്നത്. മറ്റൊരു കാര്യം, സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്യാപ്പബിൾ ഫൈറ്റർ ജെറ്റാണ്. ഗ്രിപ്പൺ എന്ന യുദ്ധവിമാനം ക്യാപ്പബിൾ ആണെന്ന് അവർ അത്രത്തോളം പുറത്ത് കാണിക്കുന്നുണ്ട്. അവർ അത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്ത് അതിനൊരു മാർക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്ന് വരെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യാൻ ഒരു 150 ഫൈറ്റർ ജെറ്റ് നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായും അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതായത് ഓരോ രാജ്യത്തിനും ഒരു 3-4 റഫേൽ യുദ്ധവിമാനങ്ങൾ വെച്ച് കൊടുക്കുന്നതും ഒറ്റ രാജ്യത്തിന് 150 വിമാനങ്ങൾ കൊടുക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ റഷ്യയ്ക്ക് ഇതൊരു തലവേദനയായി മാറും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗ്രിപ്പൺ ഫൈറ്റർ ജെറ്റ്സ്
ഇപ്പോൾ വരുന്നതായി പറയുന്നുണ്ട്. പക്ഷെ ഇത് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 വർഷമെങ്കിലും എടുക്കും. അതിനുള്ളിൽ ഏരിയൽ ബാറ്റിൽ സ്ട്രാറ്റജി, വെപ്പൺസിൻ്റെ ഇവാലുവേഷൻ അതൊക്കെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകും. ഇത്തരത്തിലുള്ള വിമാനങ്ങളിൽ മാറ്റങ്ങൾ വന്നാലും അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. ഈ വിമാനം ഉക്രൈനിലേക്ക് വരികയാണെങ്കിൽ അത് ഉക്രൈന് നേട്ടമാണോ? റഷ്യ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.